കട്ടപ്പന നഗരസഭാ കൌൺസിലേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആദരിക്കുന്നതിനും കുട്ടികളുടെയും മുതിർന്നവരുടെയും വികസന സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നതിനുമായി പ്രത്യേക ചടങ്ങ് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. പരസ്പര സൗഹൃദവും കൂട്ടായ്മയും ഒന്നുചേർന്ന വേദിയിൽ കൌൺസിലേഴ്സ് രാഷ്ട്രീയ വ്യത്യാസങ്ങളോ പദവികളുടെ അലങ്കാരമോ ഇല്ലാതെ ഒത്തുചേർന്ന കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തു. കട്ടപ്പന മുനിസിപ്പാലിറ്റി കൌൺസിലേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആദരിക്കുന്നതിനും കുട്ടികളുടെയും മുതിർന്നവരുടെയും വികസന സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്നതിനുമായി പ്രത്യേക ചടങ്ങ് ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചു. പരസ്പര സൗഹൃദവും കൂട്ടായ്മയും ഒന്നുചേർന്ന വേദിയിൽ കൌൺസിലേഴ്സ് രാഷ്ട്രീയ വ്യത്യാസങ്ങളോ പദവികളോ അലങ്കാരമോ ഇല്ലാതെ ഒത്തുചേർന്ന് കുട്ടികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളും കട്ടപ്പന സീനിയർ ചേംബറും സംയുക്തമായി നടത്തിയ പരിപാടിയിൽ മുനിസിപ്പാലിറ്റിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 35 അംഗങ്ങളും പങ്കെടുത്തു. നഗരവികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധി മേഖലകളിൽ കുട്ടികൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും കൌൺസിലേഴ്സിന് കൈമാറുകയും ചെയ്തു. സീനിയർ ചേംബർ അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ലഹരിക്കെതിരെയുള്ള കത്തുകൾ വിദ്യാർത്ഥികൾ കൈമാറുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ, പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തിച്ചിറ, ഫാദർ ജെയിംസ് പ്ലാക്കാട്ട്, ഫാദർ അജീഷ് സെബാസ്റ്റ്യൻ, സീനിയർ ചേംബർ പ്രസിഡന്റ് ജേക്കബ് ഇബ്രഹാം, സെക്രട്ടറി അശോക് ER തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.